സ്ട്രെയ്റ്റ് ഓഫ് ഹോർമിസ് കടന്നു പോകുന്ന കപ്പലുകളെ, ഇറാൻ്റെ പോർട്ടുകളിലെത്തുന്ന കപ്പലുകളെ എല്ലാം പടക്കപ്പൽ ഉപയോഗിച്ചും വാനനിരീക്ഷണത്തിലൂടെയും നിയന്ത്രിച്ച് വരവരച്ച് വരയ്ക്കകത്ത് നിർത്തി പുഴുങ്ങി കുത്തി ഉണക്കി വറുത്തെടുക്കും എന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡൻറ്റിന് മുന്നിലൂടെ ദേ രോമം പോകുന്നത് പോലെ ചൈനയുടെ കപ്പൽ കടന്നങ്ങ് പോയി. പോകുന്നതിന് മുമ്പ് ചൈനീസ് കപ്പൽ അധികാരികളും സർക്കാരും എക്സ്പ്രൊഫൈലിലൂടെ എല്ലാവരെയും അമേരിക്ക അടക്കം അറിയിച്ചു, ഞങ്ങളുടെ കപ്പൽ അതുവഴി കടന്നു പോകും, അതിൽ അമേരിക്ക ഒന്നും ചെയ്യില്ല, ചെയ്താൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അമേരിക്കയ്ക്കറിയാം. ആകെ 4 വരി അറിയിപ്പോടുകൂടി ഒന്നും ചെയ്യാതെ ചൈനീസ് കപ്പലുകൾ ഇറാൻ പോർട്ടിലെത്തി അവരുടെ കാര്യം നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനിയും ചൈനയുടെ കപ്പലുകൾ വരും, റഷ്യയുടെ കപ്പലുകൾ വരും, UK കപ്പലുകൾ വരും. ഇങ്ങനെ അടക്കമുള്ള എല്ലാ കപ്പലുകളും വന്നുകൊണ്ടേയിരിക്കും. ഇതെല്ലാം ആശാൻ നോക്കിക്കൊണ്ടിരിക്കും, ട്രംപ് ആശാൻ. എന്നിട്ടോ വെറുതെ തൻ്റെ ട്രൂത്ത് സോഷ്യലിൽ ഓരോരോ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കും. വിരട്ടുന്നു, അങ്ങനെ ചെയ്യുന്നു, ഡീൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ വിറപ്പിച്ച് കളയും എന്നൊക്കെ പറഞ്ഞ് കുറേ വാർത്തകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. എന്നിട്ട് സ്വന്തം പാകിസ്ഥാനിലെ മച്ചമ്പിയെ വിളിച്ച് എത്രയും പെട്ടെന്ന് സമാധാന ചർച്ച അടുത്തത് തുടങ്ങാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വാർത്തയുണ്ട്. വ്യാഴാഴ്ച രാവിലെ വീണ്ടും 20 മണിക്കൂർ ഫ്ലൈ ചെയ്ത് JD വാൻസ് ഇസ്ലാമാബാദിലെത്തുമെന്നാണ് ഇപ്പോൾ പല ഇൻ്റർനാഷണൽ ചാനലുകളും നൽകുന്ന വിവരങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ഈ നേവൽ ബ്ലോക്കേഡ് എന്ന് പറയുന്ന സംഗതി ആദ്യത്തെ മണിക്കൂറിൽ തന്നെ അപ്രസക്തമായി എന്നാണ് ഇൻ്റർനാഷണൽ നാവിഗേഷൻ ഡേറ്റ സൂചിപ്പിക്കുന്നത്. നിരവധി കപ്പലുകൾ, 5ഓളം കപ്പലുകളാണ് ഹോർമിസ് കടന്നുപോയത്. ഒരെണ്ണവും കടത്തി വിടില്ലെന്നും അങ്ങനെ ഇറാൻ്റെ അനുവാദത്തോടുകൂടി കടന്നു പോകുന്ന കപ്പലുകൾ വരെ പിടിച്ചെടുക്കുമെന്നും ഇറാൻ പോർട്ടിലേക്ക് ഒരാളിനെയും പ്രവേശിപ്പിക്കില്ലെന്നും ഒക്കെയാണ് മച്ചമ്പി വാചകമടിച്ചത്. അപ്പോഴാണ് ചൈനീസ് വെസൽ അവിടെ എത്തിയത്. ഒന്നും ചെയ്തില്ല. എന്തെങ്കിലും ചെയ്യാനൊക്കുമോ? എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ ബാക്കി ട്രംപ് അനുഭവിക്കും. എങ്ങനെ? അങ്ങ് അവിടെ ആമാശയത്തിൽ വരെ എത്തുന്ന അത്രയും ദൂരത്തിൽ പോകുന്ന നല്ല ഉജ്ജ്വലമായ സ്റ്റെൽത്ത് ബോംബറുകൾ അടക്കമുള്ള സാധനങ്ങൾ ചൈനയുടെ കയ്യിലുണ്ട്. ചൈനയുടെ കയ്യിലിരുന്നതിൻ്റെ മിടുക്കാണ് പാകിസ്ഥാൻ അവരുടെ യുദ്ധത്തിൽ കാണിച്ചത്. അതിൻ്റെ ഒരുപാട് നല്ല വേർഷൻസ് പുറത്ത് വിൽക്കാത്തത് ചൈനയുടെ കൈവശമുണ്ടെന്ന് ട്രംപിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് അവർ വെറും 4 വരി എഴുതിയപ്പോൾ, അതായത് ഞങ്ങളുടെ കപ്പലുകൾ വെറും രോമം പോലെ അതിലേക്കൂടെ പോകും, നിങ്ങൾ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെ കൗണ്ടർ ചെയ്ത് ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ എഴുതാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ ട്രംപ് തയ്യാറായില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷം. ഒരു വശത്ത് വെറുതെ പോസ്റ്റിട്ട് വരട്ടോടെ വരട്ട്. സംഗതി മാർപ്പാപ്പായൊക്കെ വരട്ടാം, പാവത്തിൻ്റെ കയ്യിൽ കപ്പലും ബോംബും ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊന്തയും വിശുദ്ധ ഗ്രന്ഥവും അല്ലെങ്കിൽ പ്രാർത്ഥനയും ഒക്കെയേ ഉള്ളൂ. പക്ഷേ വേറെ ആരോടും ആ കളി നടക്കില്ലെന്ന് ബോധ്യപ്പെട്ടു തുടങ്ങി. അതെ, ലോകക്രമത്തിൽ അമേരിക്കയോടുള്ള സമീപനത്തിൽ ലോകം പുതിയൊരു നിർവചനം എഴുതുകയാണ്. ആ നിർവചനത്തിൻ്റെ തലക്കെട്ടോ അല്ലെങ്കിൽ ആ നിർവചനം രേഖപ്പെടുത്തുന്നതൊരു പുസ്തകമാണെങ്കിൽ ആ പുസ്തകത്തിൻ്റെ തലക്കെട്ട് പൊരുതി നിന്ന ഇറാനെന്നോ പ്രത്യാക്രമണം നടത്തിയ ഇറാനെന്നോ രേഖപ്പെടുത്തേണ്ടി വരും. അത്രമേൽ ചരിത്രം മാറ്റപ്പെടുകയാണ്.